ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200, 201 ഇതാണ് ഈ രണ്ടും സംസ്ഥാനങ്ങളുമായിട്ട് വന്ന നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 200-ാമത്തത്, ഒരു സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണറുടെ പരിഗണനയ്ക്കെത്തുമ്പോൾ ഗവർണർക്ക് 4 ഓപ്ഷനുകളുണ്ടോ. 1, ഇത് അംഗീകരിക്കുക; 2, നിരാകരിക്കുക, തള്ളിക്കളയുക; 3-ാമത്തേത് തിരികെ അയക്കുക; 4-ാമത്തേത് പ്രസിഡന്റിൻ്റെ പരിഗണനയ്ക്ക് അയക്കുക. ഇതാണ് 200. ആർട്ടിക്കിൾ 201, ഗവർണർ രാഷ്ട്രപതിക്ക് പരിഗണനയ്ക്ക് അയച്ചാൽ രാഷ്ട്രപതിക്ക് മുന്നിൽ 3 കാര്യങ്ങളാണ്. 1, ഇത് അംഗീകരിക്കുക, ബില്ല് നിയമമാവുന്നു; നിരാകരിക്കുക, ബില്ല് റദ്ദാക്കുന്നു; സംശയങ്ങൾ എഴുതിയിട്ട് ബില്ല് തിരികെ അയക്കുക. ഇതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതിനകത്ത് എവിടെയും, ആർട്ടിക്കിളിനകത്തും ഭരണഘടനയ്ക്കകത്ത് എവിടെയും സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതൊരു പ്രശ്നമാണ് കർഷകൻ. അതായത് ഇതിനകത്തിപ്പോൾ 1 മാസമെന്നും 3 മാസമെന്നും സുപ്രീം കോടതി പറയുമ്പോൾ എവിടെ നിന്നാണ് ആ കാലപരിധി വന്നത്? നിങ്ങൾ 1 മാസമെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, എന്ത് മാനദണ്ഡത്താലാണ്? എങ്ങനെയാണ് 3 മാസമെന്ന് രാഷ്ട്രപതിക്ക് സമയപരിധി വെച്ചിരിക്കുന്നത്? അത് എവിടെ ഉള്ളതാണ്? ഏത് റൂൾ ബുക്കിൽ നിന്നെടുത്തിട്ടാണ് നിങ്ങൾ ഈ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്നത് പ്രസക്തമായൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലാണ് കേന്ദ്രം പിടിച്ചിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്? അങ്ങനെ സമയപരിധി നിശ്ചയിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ടോ, ഉന്നത നീതിന്യായ പീഠത്തിനുണ്ടോ? ആരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് രാഷ്ട്രപതിക്ക് മുകളിലാണോ സുപ്രീം കോടതി എന്നത് ചോദിച്ചിട്ടില്ലെങ്കിലും അതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. ഇത് രാഷ്ട്രപതിയിലൂടെ സംസാരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടെയാണ്. അത് തെറ്റായിട്ടെന്നല്ല, കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാം. ഇക്കാര്യത്തിൽ കേന്ദ്രം ഗവർണർമാരെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളിൽ വെച്ചിരിക്കുന്നു. അതിനുവേണ്ടി ആർ എൻ രവി നന്നായിട്ട് പ്രവർത്തിച്ചു, ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ നന്നായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന് അക്കാര്യത്തിലൊരു ബുദ്ധിമുട്ടുണ്ട്. കേന്ദ്രം ശരിയാവണ്ണം, ഞാൻ ഈ പറഞ്ഞതുപോലെ ശരിയാവണ്ണമുള്ള ചില പോയിന്റുകൾ വെച്ചിട്ട് 14 ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ ക്ലാരിറ്റി ഇല്ല. യഥാർത്ഥത്തിൽ ഗവർണർമാർ എത്ര കാലത്തിനകത്ത് തീരുമാനമെടുക്കണമെന്ന ക്ലാരിറ്റി യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് അത് അന്തിമമാണെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സുപ്രീം കോടതി വിധിക്ക് ആധാരം എന്താണ്, അത് ഭരണഘടനയിൽ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ക്ലാരിറ്റി ശിഥിലമാവുകയാണ് ചെയ്യുന്നത്.